കർത്താവിൻ്റെ കരുണ കർത്താവിൻ്റെ ദയയും ജീവിതകാലം മുഴുവൻ എന്നോട് കൂടിയിരിക്കും. കർത്താവിൻ്റെ കരുണ കർത്താവിൻ്റെ ദയയും ജീവിതകാലം മുഴുവൻ എന്നോട് കൂടിയിരിക്കും. നിന്റെ ദയ മാത്രമാണ് എൻ്റെ ആനന്ദം, നിന്റെ കൃപ മാത്രമാണ് എൻ്റെ ആനന്ദം, നിന്റെ ദയ മാത്രമാണ് എൻ്റെ ആനന്ദം, നിന്റെ കൃപ മാത്രമാണ് എൻ്റെ ആനന്ദം. ആനന്ദമേ 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 ആനന്ദമേ. യേശുവിനെ നോക്കിയവർ പ്രകാശിതരാ, അവരുടെ മുഖമോ ലജ്ജിച്ചത് ഇല്ല. യേശുവിനെ നോക്കിയവർ പ്രകാശിതരാ, അവരുടെ മുഖമോ ലജ്ജിച്ചത് ഇല്ല. എളിയവർ നിലവിളിച്ചു, യഹോവ അത് കേട്ടു. എളിയവർ നിലവിളിച്ചു, യഹോവ അത് കേട്ടു. സകല കഷ്ടത്തിൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു. സകല കഷ്ടത്തിൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു. ആനന്ദമേ 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 ആനന്ദമുള്ളവർ കർത്താവിൻ്റെ ദയയും ജീവിതകാലം മുഴുവൻ എന്നോട് കൂടിയിരിക്കും. കർത്താവിൻ്റെ കരുണ കർത്താവിൻ്റെ ദയയും ജീവിതകാലം മുഴുവൻ എന്നോട് കൂടിയിരിക്കും. നിന്റെ ദയ മാത്രമാണ് നിന്റെ കൃപ മാത്രമാണ് എൻ്റെ ആനന്ദം, നിന്റെ ദയ മാത്രമാണ് നിന്റെ കൃപ മാത്രമാണ് എൻ്റെ ആനന്ദം. ആനന്ദമേ 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 ആനന്ദത്തോടെ ചേർന്ന് ആനന്ദമേ ആനന്ദമേ ആനന്ദമേ. എത്ര പേർ പറയുന്നു കർത്താവിന്റെ കരുണയാ എൻ്റെ ജീവിതമെന്ന്, കർത്താവിന്റെ ദയ എൻ്റെ ജീവിതമെന്ന്, അത് ജീവിതകാലം മുഴുവനും എന്റെ കൂടെ ഇരിക്കുമെന്ന് ഉറപ്പുള്ളവർ പറഞ്ഞാട്ടെ. എന്റെ ജീവിതം ആനന്ദമാകുന്നത്, എന്റെ ജീവിതം ആനന്ദമാകുന്നത് അവിടുത്തെ കൃപയും അവിടുത്തെ ദയയും എന്റെ കൂടെ ഇരിക്കുന്നത് കൊണ്ടാണ്. പ്രകാശിതരാ, അവരുടെ മുഖമോ ലജ്ജിച്ചത് ഇല്ല. യേശുവിനെ നോക്കിയവർ പ്രകാശിതരാ, അവരുടെ മുഖമോ ലജ്ജിച്ചത് ഇല്ല. എളിയവർ നിലവിളിച്ചു, യഹോവ അത് കേട്ടു. എളിയവർ നിലവിളിച്ചു, യഹോവ അത് കേട്ടു. സകല കഷ്ടത്തിൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു. സകല കഷ്ടത്തിൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു.
സ്തുതിയുണ്ട്, ജയഘോഷമുണ്ട്, ആനന്ദഘോഷമുണ്ട്. അതിന് കാരണം ദയ കൊണ്ടും കരുണ കൊണ്ടും നമ്മെ നിറച്ച സർവശക്തി നമ്മുടെ കൂടെയുണ്ട്. ആനന്ദമേ, ആനന്ദമേ. ഹല്ലേലൂയ. എത്ര പേർ പറയുന്നു എന്റെ ജീവിതത്തിനകത്ത് ആനന്ദമുണ്ട്, എന്റെ ജീവിതത്തിനകത്ത് സന്തോഷമുണ്ട്. ഹല്ലേലൂയ. കർത്താവിന്റെ കരുണ, കർത്താവിന്റെ ദയ ജീവിതകാലം മുഴുവൻ എന്നോട്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ ഇടയിൽ കുറച്ച് ദിവസമായി മറ്റു സഭകളും ന്യൂ ജനറേഷൻ സഭകളെന്ന് വിളിക്കുന്ന നമ്മുടെ സഭയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നതിനെക്കുറിച്ച് കുറച്ച് ദിവസമായി നമ്മൾ പഠിക്കുകയാണ്. ഞാൻ ചിന്തിക്കുന്നത്, എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം, ഇത് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി മാത്രം 3 days സെമിനാറുകൾ ചെയ്താലോ എന്നൊരു ചിന്തയുണ്ട്. എന്നാൽ ഇത് എമർജൻസി ആയതുകൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പങ്കുവയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇത് സഭകൾ തമ്മിലുള്ള വൈരൂപ്യങ്ങൾ മനസ്സിലാക്കുക എന്നതിനേക്കാൾ ഉപരി അത് ഒരു ഭാഗമാണ്, അതൊരു ശരിയാണ്. ആളുകളെ കൺഫ്യൂഷനിലാക്കുന്ന ആളുകളിൽ നിന്ന് രക്ഷപ്പെടുക എന്നതും കൂടെ വലിയ കാര്യമാണ്. മറ്റൊരാളുടെ ഉപദേശം കേട്ട് ഊലയുക. പൗലൂസ് ഇങ്ങനെ പറഞ്ഞ്, ഉപദേശത്താൽ ഊലയാതിരിക്കേണ്ടതിന് ശരിയായ ഉപദേശം, ശരിയായ സത്യം നിങ്ങൾ അറിയുക എന്നതാണ്. എന്നാൽ മൂന്നാമതൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പലപ്പോഴും മറുപടി ഇല്ലാത്തതിൻ്റെ കാരണം, എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥന എഫക്റ്റീവ് ആകാത്തത് എന്ന കാരണം പലപ്പോഴും നമുക്ക് അറിയത്തില്ല. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞു. അതിൻ്റെ കാരണം, നമുക്ക് ക്രിസ്തീയ മതം പഠിപ്പിച്ച പല 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 ചിന്തകളുണ്ട്. ആ ചിന്തകളിൽ നിന്നാണ് നമ്മൾ പഠിക്കുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്നത്. ആ പ്രസംഗത്തിൽ നിന്നാണ് നിങ്ങളിൽ പലരും നിങ്ങളുടെ പ്രാർത്ഥന ജീവിതം കെട്ടി ഉയർത്തിയിട്ടുള്ളത്, വിശ്വാസ ജീവിതം കെട്ടി ഉയർത്തിയിട്ടുള്ളത്. അത് തെറ്റാണ് എങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന എഫക്റ്റീവ് അല്ലാതിരിക്കും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞു. ഞാൻ ഈ കാര്യങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ ഏറ്റവും ആദ്യം പറഞ്ഞത് നിങ്ങൾ ഓർമ്മിക്കുന്നു, ദൈവം നമ്മളെല്ലാം വിളിക്കുന്നത് അവൻ്റെ കൃപയാലാണ്. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്ന കൃപ തരണേ എന്നാണ്. പക്ഷേ നമ്മളെ വിളിക്കുമ്പോഴേ നോഹയ്ക്ക് കൃപ ലഭിച്ചു എന്നെഴുതിയിരിക്കുന്നത് പോലെ നമുക്ക് കൃപ ലഭിച്ചിരിക്കുകയാണ്. ഈ കൃപ ലഭിക്കുക എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ഭയങ്കരമാണ്. അതെങ്ങനെ പറഞ്ഞു തീർക്കാൻ കഴിയുമെന്ന് അറിയത്തില്ല. കൃപ എന്ന് പറയുന്നത് നമുക്ക് അർഹിക്കാതെ ലഭിക്കുന്ന ദയയാണ്. കുറച്ചും കൂടെ നന്നായി പറഞ്ഞാൽ, കൃപ എന്ന് പറയുന്നത് എവിടെയാണോ നമുക്ക് നമ്മുടെ എബിലിറ്റി കൊണ്ട് ചെയ്തെടുക്കുവാനായി കഴിയാത്തത് അവിടെ ദൈവം പകരുന്ന ദൈവത്തിൻ്റെ ടാലന്റിനെയാണ് കൃപ എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്ക് ചിലത് ചെയ്യാൻ കഴിയുന്നില്ല, നിങ്ങളുടെ വിചാരം മാറ്റാൻ പറ്റുന്നില്ല, നിങ്ങളുടെ വികാരം മാറ്റാൻ പറ്റുന്നില്ല, നിങ്ങളുടെ സെക്ഷുവലായ കാര്യങ്ങൾക്ക് ജയമില്ല, നിങ്ങളുടെ കോപ സ്വഭാവത്തിന് മാറ്റമില്ല, ശ്രമിച്ചിട്ട് മാറുന്നില്ല. സിമ്പിളായില്ലേ? അതിന് ആ കഴിയാത്തതെടുത്ത് ദൈവത്തിൻ്റെ അടുക്കൽ വരുമ്പോൾ പകരുന്ന അനുഭവത്തെയാണ് കൃപ എന്ന് പറയുന്നത്. ആ കൃപ നമ്മുടെ മേൽ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധ്യമല്ല എന്ന് ചിന്തിക്കുന്നുവോ അവനാൽ അത് നമുക്ക് ചെയ്യാൻ സാധ്യമാണ്. സോ സിമ്പിൾ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവം നമ്മൾക്ക് അവൻ്റെ കൃപ തന്നു. അതുകൊണ്ട് യേശു പറഞ്ഞു യോഹന്നാൻ 6:65 കൃപ ലഭിച്ചിട്ടല്ലാതെ ആർക്കും വരാൻ കഴിയത്തില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ.
അതുകൊണ്ട് എഫെസ്യ ലേഖനം 4:7 പറഞ്ഞത്, ഓരോരുത്തനെ ക്രിസ്തുവിൻ്റെ ദാനത്തിൻ്റെ അളവനുസരിച്ച് കൃപ ലഭിച്ചിരിക്കുമോ. നമുക്കെല്ലാവർക്കും ഓരോ അളവിൽ കർത്താവിൻ്റെ കൃപ ലഭിച്ചിട്ടുണ്ട്. ആ അളവ് എത്രയാ? എനിക്ക് കൃപ കൂടുതലും ഇവിടെ ഇരിക്കുന്ന ബ്രിജിറ്റ് ആൻറ്റിക്ക് കൃപ കുറവുമല്ല. ദൈവവചനം പറയുന്നത് അവൻ്റെ നിറവിൽ നിന്ന് നമുക്ക് കൃപമേൽ കൃപ ലഭിച്ചിരിക്കുകയാണ്. നമ്മുടെ ചുണയായിട്ട് കൈയടിച്ചൊരു ആമേൻ പറ. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഏകദേശം 40ഓളം ഈ മേഖലയിലെ കൊച്ചു പുസ്തകം എഴുതണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ പ്രശ്നം എന്നാണെന്നറിയോ, ഗ്രേസ് എന്നൊരു വിഷയം പഠിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി, പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ തോന്നി അത് തന്നെ ഒരു 200 പേജ് 250 പേജുള്ളൊരു പുസ്തകം എഴുതണം. അതെങ്ങനെ ഷോർട്ടാക്കാമെന്ന് ചിന്തിച്ചപ്പോൾ തലയിലോട്ട് വരുന്നുമില്ല. അതൊരു 15 പേജുള്ള പുസ്തകമാക്കിയിട്ട് നിങ്ങളുടെ കയ്യിൽ തന്നാൽ നിങ്ങൾ വേഗത്തിൽ അതിൻ്റെ അടിസ്ഥാനം പഠിക്കും. അതാണ് ആഗ്രഹം. ഈ ആഴ്ച കഴിഞ്ഞ ആഴ്ച ഇരുന്നത് അത് എഴുതാൻ വേണ്ടിയാണ്, നടന്നില്ല, വെള്ളത്തിൽ പോയി. ഈ ആഴ്ച നടക്കുമെന്ന് അറിയത്തില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നടക്കും. ഇത് 40 പുസ്തകം ഇറങ്ങണം. ഒരു ഹല്ലേലൂയ പറഞ്ഞ. എന്നോട് കർത്താവ്, ഞാനൊരു റെസ്പോൺസിബിലിറ്റി ഉള്ള ആളാണെന്ന് എൻ്റെ വിശ്വാസം. ഞാൻ ഈ ആഴ്ചകളിൽ ഫിനാൻഷ്യലായ പ്രശ്നങ്ങൾ, നമ്മുടെ കൺഫ്യൂഷനുകൾ മാറേണ്ടതിന് കർത്താവിനോട് പറഞ്ഞ് മെസ്സേജ് എഴുതാൻ തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം 18 പുസ്തകത്തിലുള്ള സാധനം ഞാൻ എഴുതി വെച്ചിരിക്കുമോ. അപ്പോഴാണ് മനസ്സിലായ അതുകൊണ്ടൊന്നും ആവത്തില്ലെന്ന്. 18 പുസ്തകം എന്ന് പറഞ്ഞാൽ ഒറ്റ പുസ്തകം ആക്കണമെങ്കിൽ 500 1000 പേജോ ആയി പോകും. അതുകൊണ്ട് കൊച്ചു കൊച്ചു പുസ്തകമായിട്ട് ഇറക്കണം എന്നാ ചിന്ത. പ്രേ ഫോർ മീ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പോൾ നമുക്കെല്ലാവർക്കും അവൻ്റെ നിറവിൽ നിന്ന് കൃപമേൽ കൃപ ലഭിച്ചിരിക്കുമോ. ഒന്ന് കരയുയർത്തി പറഞ്ഞേ, എനിക്ക് കൃപ ലഭിച്ചിരിക്കുകയാണ്. നമ്മുടെ പറ, എനിക്ക് കൃപ ലഭിച്ചിരിക്കുകയാണ്. സന്തോഷത്തോടെ അടുത്തിരിക്കുന്ന ആളെ മുഖത്ത് നോക്കി ചിരിച്ചിട്ട് പറ, എനിക്ക് കൃപ ലഭിച്ചിരിക്കുകയാണ്. ഗുഡ് ഗുഡ്. കൃപ ലഭിച്ചിരിക്കുക എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ഇന്നർ മീനിങ് കൂടെ ഉണ്ട്. ആ കൃപ നമ്മളാരോ കരഞ്ഞതുകൊണ്ടോ പ്രാർത്ഥിച്ചുകൊണ്ടോ നിലവിളിച്ചുകൊണ്ടോ കിട്ടിയല്ല, ദൈവത്തിന് എന്നോടുള്ള ഇഷ്ടത്തിൽ അവൻ നൽകിയതാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച സോളി ഇവിടെ നിങ്ങളെ പഠിപ്പിച്ച മെസ്സേജ് നിങ്ങൾ ഓർമ്മിക്കുന്നു? എനിക്ക് തോന്നുന്നു ഭയങ്കര ഒരു കാര്യമാണ് നിങ്ങൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചത്. എന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് കൃപ തന്നിരിക്കുവാ. നമ്മൾ ഒരു പടി കൂടെ നമ്മൾ താഴോട്ട് ചിന്തിച്ചു, ഒരു പടി കൂടെ പഠിച്ചു. ആ കൃപ നൽകിയിരിക്കുന്നു എന്ന് മാത്രമല്ല, ശ്രദ്ധിക്കൂ, ആ കൃപ എനിക്ക് ദാനമായിട്ടാണ് നൽകിയിട്ടുള്ളത്. കുറച്ചും കൂടെ കയറി പറയട്ടെ. ദൈവം യേശുവിലേക്ക് വരുന്ന സകല ആളുകൾക്കും അവൻ്റെ നന്മകളെല്ലാം ആത്മീയമായാലും ഭൗതികമായാലും അത് ദാനമായിട്ടാണ് തരുന്നത്. ഇറ്റ്സ് ക്വൈറ്റ് ബിഗ് അണ്ടർസ്റ്റാൻഡിങ്. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, ദൈവം എല്ലാ നന്മയും എങ്ങനെയാ തരുന്നേ? ദാനമായിട്ടാണ്. ഒരാളോടും കൂടെ കൈ കൊടുത്തിട്ട് പറ, ദൈവം തരുന്ന എല്ലാ നന്മയും എങ്ങനെയാണ്? ദാനമായിട്ടാണ്. നിങ്ങൾക്ക് മനസ്സിലായോ ദൈവം ദാനമായിട്ടാണ് തരുന്നതെന്ന് പറഞ്ഞപ്പോൾ? സത്യത്തിൽ മനസ്സിലായില്ല. എന്താ മനസ്സിലായില്ലെന്ന് പറയാൻ കാരണം, ദാനം ഒരാളിൽ നിന്ന് ലഭിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാവോ? നിലവിളിച്ച് കരയണം, ഉറക്കെ പ്രാർത്ഥിക്കണം. ദാനം ലഭിക്കണമെങ്കിൽ നിങ്ങൾക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും ആദ്യത്തെ അറിവ്, ദാനം നൽകുന്നയാളും നിങ്ങളും തമ്മിലുള്ള ബന്ധമാണ് ആ ആൾക്ക് ദാനം തരുവാനായി തോന്നുന്നത്. ഓ ലവ് യു ജീസസ്. പക്ഷെ നമുക്ക് പലപ്പോഴും എങ്ങനെയാണെന്നറിയോ, നമുക്ക് ദാതാവുമായിട്ട് അല്ലെങ്കിൽ ദാനം തരുന്നയാളുമായി ബന്ധമൊന്നുമില്ല. നമ്മുടെ പ്രാർത്ഥന അതെല്ലാം കൂടുതൽ പേരുടെയും നിലനിൽക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞാൽ, കശുവണ്ടി ഫാക്ടറിയുടെ മുമ്പിലെ ഇംഗ്ലോം വിളിക്കുന്നത് പോലെ, ഇംഗ്ലോം സിന്ദാബ, ഞങ്ങൾ 3 ദിവസം ഉപവാസമാണ്, തന്നേ തീരൂ. അല്ല, 3 ദിവസം ഞാൻ ഉപവസിക്കുന്നതും 21 ദിവസം ഇരിക്കുന്നതും 40 ദിവസം ഇരിക്കുന്നതും ഞാൻ ഡിക്ലെയർ ചെയ്യുമ്പോൾ, ഞാൻ 40 ദിവസം കൊണ്ട് എന്തോ നേടാൻ പോവുകയാണെന്നും 21 ദിവസം കൊണ്ട് എന്തോ സാധിച്ചെടുക്കാൻ പോവുകയാണെന്നും കൂടെ ആ ധ്വനി കൊണ്ടുവരുന്നത്.
21 ദിവസം ഉപവസിക്കുന്നതിന് തെറ്റുണ്ടോ? ഇല്ല. 40 ദിവസം ഇരിക്കുന്നതിൽ തെറ്റുണ്ടോ? അത് ഡിക്ലെയർ ചെയ്തിരിക്കുന്നതിൽ തെറ്റുണ്ടോ? ആളുകളെല്ലാം കൂടി ഇരിക്കുന്നതിൽ തെറ്റുണ്ടോ? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. പക്ഷേ ഇരിക്കുന്ന ആളുകളും ആ കൂടുന്ന ആളുകളുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത്, ഞാൻ ഈ കാര്യം കൊണ്ട് എന്തോ സാധിക്കാൻ പോകുകയല്ല, എന്തോ സിന്താവ് വിളിച്ച് നേടാൻ പോകുകയല്ല, പകരം ഈ 40 ദിവസം കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു പടി കൂടെ വളരാൻ പോകുകയാണ് എന്നാ വേണ്ടത്. അപ്പോൾ എന്ത് സംഭവിക്കും? ഞാനും ദൈവം എന്നുള്ള ബന്ധമാണ് കുറച്ചും കൂടെ നന്നായി പറഞ്ഞ. ഞാൻ അടുത്ത് വർത്തമാനം പറയുന്ന ആൾക്ക് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ ഈ കാര്യം പഠിപ്പിച്ചപ്പോൾ പറഞ്ഞത്, കഴിഞ്ഞ വർഷത്തിൻ്റെ മുമ്പത്തെ വർഷം അന്നമോൾക്ക് ഞാൻ ഡ്രസ്സ് എടുത്തിട്ട്, എനിക്ക് എൻ്റെ ഡ്രസ്സ് എടുക്കാനായി ന്യൂ ഇയറിനായിട്ട് ഞാൻ അവിടെ പോയി ഒരു തുണിക്കടയിൽ പോയി. ആ തുണിക്കട ചെന്ന സമയത്ത് അതിൻ്റെ ബൊമ്മയിലിട്ടിരിക്കുന്ന ഒരു ഉടുപ്പ് കണ്ടു. ഞാൻ അവൾക്ക് കാണിച്ചു കൊടുത്ത് കൊള്ളാവടിയെന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു നല്ലതായിട്ടുണ്ട്. എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അവൾക്ക് ആൾറെഡി ഒരു ഉടുപ്പ് മേടിച്ചിട്ടുണ്ട് ഞാൻ, പക്ഷെ അത് കണ്ടപ്പോൾ അതും കൂടെ മേടിക്കണമെന്ന് എനിക്ക് തോന്നി. എൻ്റെ അധികം വിലയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതിനെ എന്ത് ചെയ്തു, അതും വാങ്ങി. എന്തുകൊണ്ടായിരിക്കും വാങ്ങിക്കുകയാണെന്ന് നിങ്ങൾക്ക് പറയാമോ? അവൾക്ക് ആൾറെഡി ഒരു ഉടുപ്പുണ്ട്, പക്ഷെ അവളോടുള്ള ഇഷ്ടമാണ് വാങ്ങിയത്. ആമേൻ പറയാത്തത് എന്താ? അപ്പം നമ്മളും ദൈവം തമ്മിലുള്ള ഇഷ്ടം വർദ്ധിക്കുകയാണ് വാസ്തവത്തിൽ എല്ലാ ദാനങ്ങളുടെയും കാരണം. എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. നിങ്ങളും ദൈവം തമ്മിലുള്ള ഇഷ്ടം വർദ്ധിക്കേണ്ടതിനാണോ നിങ്ങൾ പ്രാർത്ഥിക്കുകയും കർത്താവിൻ്റെ വചനം വായിക്കുകയൊക്കെ ചെയ്യുന്നത്? അതോ ഒരു മതം പഠിപ്പിച്ച രീതിയിലാണോ? സത്യത്തിൽ കൂടുതൽ പേരും മതം പഠിപ്പിച്ച രീതിയിൽ പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുകയും ചെയ്യുക. അതൊരു കടമയായിട്ടും അതൊരു നിയമമായിട്ടും ഒക്കെയാണ് തലയിലുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി, നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ ഫോൺ ചെയ്തിട്ട് എവിടായി എന്ന് ചോദിക്കുന്നത് ഒരു നിയമമാണെങ്കിലുള്ള സ്ഥിതി നീ ചോദിക്കുക. നിങ്ങളൊന്നും പറയുന്നില്ലല്ലോ. രാവിലെ കെട്ടിയവൻ ഇറങ്ങി പോകുമ്പോൾ എനിക്കൊരു ഉമ്മ തരുമെന്ന് അറിയത്തില്ല, തരാത്തവർ പാലിച്ചാട്ടെ. അതൊരു നിയമമാക്കിയാനുള്ള ഗതികേടെന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു 11 മണിയാകുമ്പോൾ നിങ്ങൾ രാവിലെ വിളിച്ചിട്ട് നിങ്ങളുടെ കെട്ടിയവൻ ചായ കുടിച്ചോ എന്ന് ചോദിക്കുന്നത് നിയമമാണ്, നിങ്ങൾ ചെയ്യേണ്ട ഡ്യൂട്ടിയാണ് എങ്കിൽ എന്തൊരു വിഷമമായിരിക്കും അത്. നിങ്ങളെന്നൊന്നും വേണ്ടാത്തേ. എന്നാൽ സ്നേഹത്തോടെ എവിടെ ഇരിക്കുക, ജോലി കഴിഞ്ഞോ, ചായ കുടിച്ചോ എന്ന് ചോദിക്കുന്നത് ഏതിൽ നിന്നാണ്? പറ. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? സ്നേഹത്തിൽ നിന്നൊന്നുമല്ല, അത് പ്രാർത്ഥിക്കണ്ടേ. പിന്നെ ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാണ്. ഞാൻ പലപ്പോഴും ഇവിടെ പറഞ്ഞിട്ടുള്ള ഉദാഹരണമാണ്, പറയാം. ഞങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കും. എൻ്റെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് അതിൻ്റെ കൂട്ടത്തിൽ കളിക്കുമായിരുന്നു. എൻ്റെ മമ്മി എന്ത് ചെയ്യുമായിരുന്നു, എടാ നീ എന്ത് ഈ പാസ്റ്ററായിട്ട് കുഞ്ഞുങ്ങളെ വഴക്ക് പറയാത്തതെന്ന് ചോദിക്കുമായിരുന്നു. ഞാൻ അവർ കളിക്കുമ്പോഴൊന്നും വഴക്ക് പറയത്തില്ലായിരുന്നു. ഞാൻ പറയാം ശബ്ദം ഉണ്ടാക്കാതിരിക്കുക, അപ്പം പ്രാർത്ഥിക്കാമെന്ന് പറയും. അവരതിൻ്റെ കൂടെ കുസൃതി കാണിക്കും, പിച്ചും മാന്തും തല്ലുകൂടും, ഇതെല്ലാം നടക്കും, പ്രാർത്ഥനയുടെ നടക്കും, അതിൻ്റെ ഇടയിൽ പാട്ടും പാടും. ഞാൻ ഒരിക്കൽ പോലും പിള്ളേരെ പ്രാർത്ഥിക്കുമ്പോൾ തല്ലിയിട്ടില്ല. അതിന്റെ കാരണം എന്നാണെന്നറിയോ? ഞാൻ സംസാരിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും സ്നേഹനിധിയായ ഒരു നല്ല പിതാവിനോട്. അവർ ഈ തല്ലും പഴിപ്പിക്കുകയൊക്കെ ചെയ്ത പ്രാർത്ഥന എന്ന് പറയുന്നത് അവർക്ക് എന്താവും? ഒഫീഷ്യലാകും. അവർക്ക് പ്രാർത്ഥിക്കാനിരിക്കുന്നത് ഭയമാകും കൊണ്ടുവരിക. അവർക്ക് ഭയം വരരുത് എന്ന് ഞാൻ വളരെ വളരെ ശ്രമിച്ചിരുന്നു. കാരണം എനിക്ക് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഭയമായി ഉണ്ടായിരുന്നേ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എനിക്കിപ്പോൾ ഭയമല്ല ഉള്ളത്, എൻ്റെ അപ്പനെ കാണുന്ന സന്തോഷമാണ്. ടോട്ടലി ഡിഫറെന്റ് സ്റ്റോറി. നിങ്ങൾ രാത്രി പ്രാർത്ഥിച്ചില്ലേ എന്ന് പറഞ്ഞിട്ട് എടാ പ്രാർത്ഥിക്കാതാണ് അവിടെ കിടന്നുറങ്ങുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ആ കൊച്ചിനെ, ആ വ്യക്തിയെ ഏതിലേക്ക് നടത്തുക? ഭയത്തിലേക്ക് നടത്തുക. ഞാൻ അതിന് പകരം എടാ നീ കർത്താവിനോട് വല്ലതും സംസാരിച്ചോ എന്നേ ചോദിക്കത്തുള്ളൂ എൻ്റെ മക്കളോട്. എന്നാ അങ്ങനെ ചോദിച്ചു നോക്കിയാൽ ചേഞ്ച് ഉണ്ടോ? അത് പ്രാർത്ഥിക്കാമെന്നും പറയാം. നീ മോനെ കർത്താവിനോട് വല്ലതും സംസാരിച്ചോ കിടക്കണേക്കാൾ മുമ്പ് എന്നും ചോദിച്ചു നോക്കി. ഞാൻ എൻ്റെ മക്കളോട് അങ്ങനെയാ പറയുന്നത്. അത് ആരോടോ വർത്തമാനം പറയേണ്ട കാര്യം പോലെ നമുക്ക് എന്നും മനസ്സിലാകാനായി തുടങ്ങും. അപ്പൊ റിലേഷൻഷിപ്പ് വർദ്ധിക്കുമ്പോഴാണ് സകല നന്മയുണ്ടാകുന്നത്. പക്ഷെ ഇപ്പോഴും നമ്മുടെ ഉള്ളിലെ ബന്ധക്കോസ് സഭകളിലും നമ്മുടെ സഭകളിലൊക്കെ ഉള്ളത് റിലേഷൻഷിപ്പിനല്ല വലുത്, നിയമങ്ങൾക്കാണ് പ്രാധാന്യം. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാൽ ടീനിലും വന്നേ മൊടീനെ പുത്രൻ വരുവാണേ. ഇത് ഞാൻ അവൻ്റെ അപ്പനാന്ന് വിചാരിച്ചു. ദൂരെ നിന്നേ കണ്ടു. മോന് ഓടി വന്നു എന്നാണോ അപ്പൻ ഓടിച്ചെന്നാണോ?
എന്നാ പരിപാടിയല്ലേ? നമ്മൾ പറ തെണ്ടി തിരിഞ്ഞ് വന്നേക്കോ, അങ്ങനെയല്ലേ പറയത്തുള്ളൂ. ആ കൊല്ലത്തുകാര് നിങ്ങൾ അങ്ങനെ പറയോ ഇല്ലയോ? കണ്ട വ്യഭിചാരികളുടെ കൂടെയും കള്ളും കുടിച്ചും പൈസ മുഴുവൻ നശിപ്പിച്ചും സമ്പത്ത് മുഴുവൻ ഇല്ലാതാക്കിയും തിരിച്ചു വന്നിരിക്കുവോ? അയാളെ കണ്ടിട്ട് ഉമ്മയ്ക്കാൻ നിങ്ങൾ ചെല്ലുവോ? കണ്ട പറഞ്ഞ വന്നിരിക്കുന്നു, അങ്ങനെയല്ലേ നടക്കത്തുള്ളൂ. കണ്ടത് അടിക്കത്തില്ല, കണ്ടു കാണും. പക്ഷെ ഇത് അങ്ങനെയല്ല വായിക്കുന്നേ. കണ്ടോറിന് ഓടിച്ചെന്നു, ആദ്യം കെട്ടിപ്പിടിച്ചു. ഇവൻ നിന്ന പോലെ ആയിരിക്കും അന്ന് നിന്ന് കാണുക കർത്താവ്. പിന്നെ കുറച്ച് മസിലൊക്കെ ഉണ്ട് കേട്ടോ, പൊട്ടി വരുന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നിപ്പോ രേഷ്മിക്ക് മാത്രമേ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കത്തുള്ളൂ എന്ന് തോന്നുന്നു. പേര് പറ്റിയില്ലല്ലോ? ഇല്ല, കറക്റ്റാ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. അവനെ കവിളിൽ ഉമ്മ കൊടുത്തു. നോക്കിയപ്പോ എന്റെ മോന് പറ്റിയ വേഷമല്ല ഇട്ടിരിക്കുന്നേ. ആരെവിടെ? അവന് പറ്റിയ വേഷം ധരിപ്പിക്കേ, അതാണ് ആദ്യം പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അവന്റെ ഔട്ടർ ലുക്കിൽ എന്താണോ പ്രശ്നമുള്ളത് അതിന് ദൈവം റെക്ടിഫൈ ചെയ്യുക. നോക്കിയപ്പോ പന്ന ചെരുപ്പ്. എന്റെ മോൻ അങ്ങൊരു ചെരുപ്പിട്ടിട്ടില്ല. ആരെവിടെ? അവന്റെ ചെരുപ്പ് മാറ്. വേലക്കാരെ കൊണ്ട് അവനുള്ള ചെരുപ്പിനെ കൊണ്ടുവരിപ്പിച്ചു. അതൊന്ന് തൊടത്തില്ല ഞാൻ, അത് നിങ്ങളുടെ തലയിൽ ഇരുന്നാ മതി. ആരെവിടെ? അവന്റെ കയ്യില് യാതൊരു മനോഹാരിതയില്ല. സ്വർണ്ണവിരോധിയായിരുന്നു എൻ്റെ യേശു എങ്കിൽ ഈ മോതിരത്തിന്റെ കാര്യം പറയത്തില്ലായിരുന്നു കേട്ടോ. കർത്താവ് പറഞ്ഞു, ആരെവിടെ? അവന്റെ കയ്യിൽ മോതിരമാണിക്ക് എന്ന് പറഞ്ഞ ചോദിച്ചിട്ടല്ല ഇപ്പൊ കിട്ടുന്നത്, ആ ബന്ധത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. ഓരോ പ്രസംഗവും നിങ്ങളുടെ ബന്ധം വർദ്ധിപ്പിക്കാനുള്ളതാകണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇത് കിട്ടിയതാ ദാനമാണോ അതോ ഇവ എന്താണ് മസിൽ പിടിച്ചുകൊണ്ട് കിട്ടിയതാണോ? പറ. അപ്പൊ ദാനം ലഭിക്കണമെങ്കിൽ എന്ത് വേണം? ദാതാവുമായി സ്നേഹബന്ധം ഉണ്ടാകണം. ഓ, ചേർന്ന് കൈയടിച്ച് ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇന്നത്തെ പ്രസംഗത്തിലേക്ക് വരട്ടെ. അപ്പൊ സകലതും ദാനമാണ്. അടുത്തിരിക്കുന്നവരോട് പറ, സകലതും ദാനമാണ്. സകലതും ദാനമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ദാനത്തെ കുറിച്ച് വേദപുസ്തകം പറയുന്നത് നീതി എന്ന ദാനമാണ്. നീതീകരണം എന്ന ദാനം. നീതീകരണം എന്ന വാക്കിനെ നമുക്ക് എന്തു വിളിക്കാം, എന്ത് പറയാം? ഒരു കോടതി മുറി എന്ന് വിചാരിക്കേ. രണ്ടുപേര് അപ്പുറത്തുനിന്ന്, ഒരു വാദിയും പ്രതിയും ഉണ്ട്. ഒരാളെ കോടതി എന്ത് ചെയ്യും? വെറുതെ വിടും. ഹല്ലേലൂയ പറ. ഒരാളെ കുറ്റം വിധിക്കും, കുറ്റക്കാരനെന്ന് വിധിക്കും. വെറുതെ വിടുന്ന ആളിനെയാണ് ജസ്റ്റിഫിക്കേഷൻ, നീതീകരിക്കപ്പെട്ടു എന്ന് പറയുന്നത്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ നീതിമാനായത് ഞാൻ നല്ല പ്രവർത്തികൾ ചെയ്തതുകൊണ്ടല്ല, യേശു എൻ്റെ പാപങ്ങളെ വഹിച്ചതുകൊണ്ടാണ് ഞാൻ നീതിമാനായത്. ഇത് കുറച്ച് പ്രയാസമാണ് മനസ്സിലാക്കാൻ. എനിക്ക് രണ്ടുപേരുടെ സഹായം ആവശ്യമാണ്. ഒരാൾ വരാവും, ടീനിൽ വരാവും, പിന്നെ ആരെങ്കിലും ഒരാൾ വരാം, ബിജും കൂടെ വാ. രണ്ടായിട്ട് നിൽക്കുക. ലിസൺ ടു മീ വെരി കെയർഫുള്ളി. ഇത് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങളെ ഈസി ആയിട്ട് എനിക്ക് ചെയ്യാൻ സഹായിക്കും. ഇവിടെ നിൽക്കും. ഇവരെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയാൻ വരുന്നത്. ഇത് ഭയങ്കര കാര്യമാണ്. ഇറ്റ്സ് ക്വൈറ്റ് ബിഗ് തിങ്. ഞാനിപ്പോൾ പറഞ്ഞു എന്താണ് നീതി ദാനമാണ്. ഞാനൊരു വാക്യം നിങ്ങൾക്ക് വേണ്ടി വായിക്കാൻ പോവാ. റോമർക്കെഴുതിയ ലേഖനം 5:19 വാക്യം. ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നു. എന്നാ എഴുതിയിരിക്കുന്നത്? ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ. നിങ്ങൾ ശ്രദ്ധിച്ച്, ഇതാണ് ആ ഏക മനുഷ്യൻ. ഏക മനുഷ്യൻ എന്ന് വേദപുസ്തകം വിളിക്കുന്നത് ആദാമിനെയാണ്, ആദിമ മനുഷ്യനെയാണ്. ഇയാൾ എന്ത് ചെയ്തു? അനുസരണക്കേട് കാണിച്ചു. എല്ലാവരും പറഞ്ഞേ, ഉറക്കെ പറ. അനുസരണക്കേട് കാണിച്ചു. ആ അനുസരണക്കേട് കാണിച്ച നിമിഷം മനു ഒന്നിട ഇവിടെ നിന്ന് ഇയാൾക്കുണ്ടായ ഒരാളും കൂടെ വാ, ബിജു കൂടെ വാ, ഓടിയോ.
അപ്പുറത്തോ. ഇയാളാണ് ആദിമ മനുഷ്യനായ ആദം. ഇയാൾ എന്ത് ചെയ്തു? ഉറക്കെ പറ. അനുസരണക്കേട് കാണിച്ചു. അനുസരണക്കേട് കാണിച്ചപ്പോ അവിടെ എഴുതിയിരിക്കുന്ന വാചകം കേട്ടോ നിങ്ങൾ. അനുസരണക്കേടിനാൽ അനേകർ പാപികളായി. ഇയാൾ അനുസരണക്കേട് കാണിച്ച നിമിഷം മുതൽ ഇയാൾ എന്തായി? അനുസരണം കെട്ടവനായി, അല്ലെങ്കിൽ പാപിയായി എന്ന് പറയൊക്കെ പറഞ്ഞേ. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ഇയാളുടെ മോനാണിത്, ഇയാളുടെ മോന്റെ മോനാണിത്. ഇവരാരും ഈ ആൾ ചെയ്തതുപോലുള്ള പാപം ചെയ്തിട്ടില്ല. ഇയാൾ അനുസരണക്കേട് കാണിച്ചത്. മനസ്സിലായതോ ഇല്ലെന്നോ? ആദിമ മനുഷ്യനായ ആദാം അനുസരണക്കേട് കാണിച്ചു. ആ അനുസരണക്കേട് കാണിച്ചതിന്റെ ഫലം ഇയാൾ പാപിയായി, അനുസരണം കെട്ടവനായി. ഇയാളാണ് ചെയ്തത്. പക്ഷെ വേദപുസ്തകം പറയുന്നത് ആ നിമിഷം മുതൽ ഈ പാപം ഈ മനുഷ്യന്റെ മേളിലേക്ക് വന്നു, മരണവും വന്നു. ഈ മനുഷ്യന്റെ മേലേക്ക് വന്നു, മരണവും വന്നു. അപ്പൊ ഇയാൾ പാപിയായതും ഇവൻ പാപിയായതും ഇവൻ പാപിയായതും ഇയാൾ ചെയ്ത പോലുള്ള പാപം ചെയ്തതുകൊണ്ടല്ല, അവന്റെ അപ്പന്റെ 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 അപ്പൻ പാപിയായിരുന്നുകൊണ്ടാണ്. ഈ പാപി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തുവാ? ഇത് കുറച്ച് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടെന്ന് തോന്നിയാലും മനസ്സിലാക്കാൻ ഈസി ആയിട്ടേ ഉള്ളൂ. പാപി നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണോ നമ്മൾ ചെയ്യുന്നത്? ചെയ്യണമെന്ന് ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ ഇങ്ങ് ചെയ്തു പോവുക അല്ലേ? ചെയ്യണ്ടെന്നറിയാം, പക്ഷെ വീണ്ടും ഇങ്ങ് ചെയ്തു പോവുക. അതിനെയാണ് പാപ സ്വഭാവം എന്ന് പറയുന്നത്. നല്ലത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്? ചീത്ത ചെയ്യുക. ദേഷ്യപ്പെടണമെന്ന് ചിന്തയുണ്ട്, പക്ഷെ ദേഷ്യപ്പെടുക. അത് വേദവസം പറയുന്നത് ഈ മനുഷ്യനിലൂടെ സകല മനുഷ്യരിലേക്കും വന്നു എന്നാണ്. ഒന്ന് കൈയടിക്കാമോ നിങ്ങൾക്ക്? ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ ഈ മനുഷ്യൻ പാപിയായതും ഈ മനുഷ്യനിൽ പാപ സ്വഭാവം ഉണ്ടായതും ഈ മനുഷ്യൻ അനുസരണക്കേട് ജീവിച്ചതും അനുസരണക്കേടിൽ ജീവിച്ചതും ആരാ കാരണക്കാരൻ? ഉറക്കെ പറ. ആദ്യത്തെ മനുഷ്യനാണ് കാരണക്കാരൻ. ആദം പാപം ചെയ്തപ്പോ, ആദം തെറ്റ് ചെയ്തപ്പോ മരണവും പാപവും ഈ തലമുറയിൽ മുഴുവൻ വന്നു. തെറ്റ് ചെയ്തവരിലും വന്നു, തെറ്റ് ചെയ്യാത്തവരിലും വന്നു. എന്നാൽ വേദവചനം പറയുക, വേറൊരാളെ അവതരിപ്പിക്കുക, ആ ആളെ വിളിച്ചു പറയുക, ഏകന്റെ അനുസരണത്താൽ. ഇത് യേശു ക്രിസ്തുവാണ്. ഇതാരാ? ആദ്യത്തെ ആദാം എന്ന് പറയുന്ന ആള് പാപം ചെയ്തതിനെ പ്രതി എല്ലാവരും പാപികളായി. ഒരു നല്ല കൈയടി കൊടുത്തേ കർത്താവിന്. എന്നാൽ ഇവിടെ ഒരു മനുഷ്യൻ അനുസരിച്ചതുകൊണ്ട് അയാളിൽ വിശ്വസിക്കുന്ന എല്ലാവരും നീതിമാന്മാരായി. ഒരാളും കൂടെ വരാം. ഇയാൾ യേശുക്രിസ്തുവാണ്. ഇയാൾ അനുസരിച്ച നിമിത്തം എന്ത് സംഭവിച്ചു? ഇയാൾ നീതിമാനായി. ആ നീതിമാൻ എന്ന് പറയുന്നത് ഇയാൾക്ക് ലഭിച്ചത് ഇയാൾ എന്തെങ്കിലും നല്ല പ്രവൃത്തി ചെയ്തതുകൊണ്ടല്ല, ഇയാളിൽ വിശ്വസിച്ചതുകൊണ്ടാണ്. നിങ്ങൾ നല്ല മനുഷ്യനാണെന്ന് ഒരാളെ കുറിച്ച് പറയുന്നത് എന്തുകൊണ്ടോ? പറ. നിങ്ങളുടെ അടുത്തുള്ള ഒരാൾ മരിച്ചു എന്ന് വിചാരിക്കുക, നല്ല മനുഷ്യനായിരുന്നു അയാൾ എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? നല്ലത് ചെയ്തതുകൊണ്ടാണ് നല്ല മനുഷ്യനായത്. ആണോ അല്ലയോ? ഇത് തന്നെയാണ് നമ്മുടെ പ്രശ്നവും. ഈ മനുഷ്യൻ ഇതുവരെ നല്ലതൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ ദൈവം വിളിക്കുന്നത് അയാൾ നല്ല മനുഷ്യനെന്നാണ്. കൈയടിച്ചല്ലോ, ഒരു ഹല്ലേലൂയ പറഞ്ഞില്ല. എന്നെ ഈ മനുഷ്യൻ ഇതുവരെ ഒരു നന്മയും ചെയ്തിട്ടില്ല, പക്ഷെ ഇയാളെ ദൈവം എന്ത് വിളിച്ചു? ഇയാളെ നീതിമാൻ എന്ന് വിളിച്ചു. എന്തുകൊണ്ട് വിളിച്ചു? ദൈവവചനം പറയുക, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചത് നിമിത്തം ഇയാൾക്ക് നീതി ദാനമായി കിട്ടി, ഇയാൾ നീതിമാനായെന്ന്. ഇത് നമ്മുടെ തലയിൽ കയറത്തില്ല. നമ്മുടെ തലയിൽ കയറുന്നത് എന്നാന്നറിയോ? നല്ലത് ചെയ്തല്ലേ നീതിമാനാകേണ്ടത്. ആണോ അല്ലയോ?
പക്ഷെ വേദപുസ്തകം പറയുന്നത് നീ നല്ലത് ചെയ്തല്ല നീതിമാനായേ, നീതി എന്ന ദാനം ഞാൻ നിനക്ക് തന്നിരിക്കുക, ഇനി മുതൽ നീ നീതിമാനാണ്. അടുത്തിരിക്കുന്ന ആളെ കൈ കൊടുത്തിട്ട് പറഞ്ഞേ, ഞാൻ നല്ലത് ചെയ്തിട്ടല്ല ഞാൻ നീതിമാനായത്, യേശുവിൽ വിശ്വസിച്ചതാണ്. അതുകൊണ്ട് ഇനി നല്ലത് ചെയ്യേണ്ടതാണ് അതിൻ്റെ അർത്ഥം അല്ല. ഈ നല്ലത് ചെയ്തിട്ടല്ല നമ്മൾ നീതിമാനായെങ്കിലും ദൈവം നീതിമാനാക്കിയപ്പോൾ നീതിയുടെ വിത്ത് എൻ്റെ അകത്ത് പാകി. എന്നാ പാകി? മത്തം കുത്തിയ കുമ്പളഞ്ഞ മുളയ്ക്കത്തില്ലെന്ന് നമ്മൾ പറയത്തില്ലേ? എന്തു തന്നെ പറയാം, അങ്ങനെയല്ലേ പറയുന്നത്? കറക്റ്റാണോ? ഇതിനകത്ത് മത്തം കുത്തി, ഇതിനകത്ത് ഇനി മത്തങ്ങ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഇതിനകത്ത് കുത്തിയിരിക്കുന്നത് നീതി കുത്തി, ഇനി ഉണ്ടാകുന്ന മുഴുവൻ നീതിയെ ഉണ്ടാകത്തുള്ളെന്ന്. ഒന്ന് കൈയടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. കൂടുതൽ സഭകൾ പഠിപ്പിക്കുന്നത് നീ നന്നായി ജീവിച്ചാൽ നീ നീതിമാനാകുമെന്ന്. ശ്രദ്ധിക്കേ, ഞാൻ നീതിമാനായത് നന്നായി ജീവിച്ചുകൊണ്ടല്ല, യേശു നീതി തന്നതുകൊണ്ടാണ്. നീതി ലഭിച്ച ഞാൻ ഇനി ആ നീതിയാൽ ജീവിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ ആളുകൾ എങ്ങനെയാണെന്നറിയോ? ഞാൻ നീതിമാനാകാൻ വേണ്ടി എന്ത് ചെയ്യുവോ? പരിശ്രമിക്കുവോ? നീ നീതിമാനാകാൻ പരിശ്രമിക്കണമായിരുന്നെങ്കിൽ യേശു നിന്നെ നീതിമാനാക്കണ്ടായിരുന്നു. യേശുവാണ് നിന്നെ നീതിമാനാക്കിയത്. യേശു നിന്നെ നീതിമാനാക്കിയ ദിവസം മുതൽ നീ നീതിമാനാണ്. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യേശുവിൽ വിശ്വാസത്തിൽ വരുന്ന ആളുകൾ എല്ലാവരും അറിയേണ്ടത് ഇയാൾ നീതിമാനാണ്. ശ്രദ്ധിച്ചോണേ. നിങ്ങളുടെ വീട്ടിലൊരു ആങ്കൊച്ചുണ്ടായി. അതിനെങ്ങനെയാ ആങ്കൊച്ചാ പെങ്കൊച്ചാന്ന് വെച്ചറിയുന്നേ? അതിന് ലിംഗനിർണ്ണയം നടത്തും. നേഴ്സ് വന്നിട്ട് പറയും നിങ്ങൾക്കൊരു ആങ്കൊച്ച ഉണ്ടായി. എങ്ങനെയാ നോക്കുന്നേ? അതിനെ ലിംഗനിർണ്ണയം നടത്തും. ആണാണോ പെണ്ണാണോ നോക്കൂ അതിനെ. അതോ കുറച്ച് വളർന്നതിന് ശേഷം ആണായി വരുന്നുണ്ടെന്നാ തോന്നിയെന്നാണോ പറയുന്നത്? ജനിച്ചോർണ അറിയത്തില്ലേ? നിങ്ങൾ പറ. പക്ഷേ ആ കൊച്ചു നടക്കാൻ തുടങ്ങിയോ? പ്രസവിച്ച് വീണോ പറഞ്ഞേ? ഞാൻ കുറച്ചു നേരം ഒരു റൗണ്ട് നടന്നു. ആരെങ്കിലും ഏതെങ്കിലും കൊച്ചുകൾ പറയുമോ? പറയത്തില്ല അല്ലേ? അത് നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണോ? എത്ര വയസ്സുണ്ടായിരുന്നപ്പോ? 1 വയസ്സോ 1.5 2 പ്രസവിച്ചോണ്ട് നടക്കാൻ തുടങ്ങിയായിരുന്നോ? പ്രസവിച്ചു പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ എത്തല്ലായിരുന്നു. ഞാൻ ഈ കൊച്ചു പ്രസവിച്ച ഉടനെയുള്ള കുഞ്ഞുങ്ങളെ എടുക്കും. എനിക്ക് എടുക്കാൻ ഇഷ്ടമാണ്. സാധാരണ മിക്കവാറും ആളുകൾ ഈ പ്രസവിച്ച ഉടനെയുള്ള കുഞ്ഞുങ്ങളെ എടുക്കത്തില്ല. അതിനെടുക്കാൻ ഒരു ബാലൻസ് വേണം. അല്ലെങ്കിൽ അതിൻ്റെ കഴുത്തും അല്ലാതും കൈയും അല്ലാതും എനിക്ക് അതിനെ എടുക്കാൻ ഇഷ്ടമാണ്. പ്രസവിച്ച ഉടനെ എടുക്കും. സാധാരണ ആണുങ്ങളിൽ 99% ആണുങ്ങൾ എടുക്കത്തില്ല, പെണ്ണുങ്ങൾ എടുക്കത്തില്ല. അത് എഴുന്നിട്ട് നടക്കത്തില്ല അല്ലേ? നടക്കൂ? ഇനി നടന്നു തുടങ്ങിയാലും നേരാണോ നടക്കൂ? പറ. നടക്കാൻ പറഞ്ഞ ഓടും, ഓടാൻ പറഞ്ഞ് നിൽക്കും, നിൽക്കാൻ പറഞ്ഞ ഓടും. അങ്ങനെയല്ലേ? ഒരു പരുവായി വരാനുള്ള പാട്. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ, ഒരു പരുവായി വരാനുള്ള പാട്. എൻ്റെ അമ്മോ, എന്തൊരു കുരുത്തക്കേടാണോ! ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. അതേപോലെയാണ് നീതിമാനായ ഞാൻ ശിശുവായിരിക്കുമ്പോൾ ചില അബദ്ധങ്ങൾ ഉണ്ടാകാം. ഒരുപക്ഷെ ചില അബദ്ധത്തിൽ വീഴാം. പക്ഷേ നിങ്ങൾ അറിയേണ്ടത് അയാൾ നീതിമാൻ തന്നെയാണ്. ഇനി അറിയേണ്ടത് ആ നീതി നിലനിർത്താൻ ഇയാൾ ചെയ്യേണ്ടത് വീണ്ടും പരിശ്രമിക്കുകയല്ല, യേശുവിൽ വിശ്വസിക്കുക മാത്രമാണ്. കുറച്ചു പേർക്കെങ്കിലും തലേ കയറിയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒന്ന് കൈയടിച്ചൊരു ആമേൻ പറ. ഇയാൾ നീതിമാനാകേണ്ടതിന് ഇയാൾ പരിശ്രമിക്കേണ്ട. കാരണം നീതി കിട്ടിയത് ദാനമായിട്ടാണ്.
ഇനി പരിശ്രമിച്ചിട്ട് ഇതിനെ നേടാൻ കഴിയത്തില്ല. ഇനി എന്ത് ചെയ്താൽ മതി? യേശുവിൽ വിശ്വസിച്ചാൽ മതി. കൂടുതൽ സഭകളും പരിശ്രമത്താൽ നന്നാകാൻ പറയുന്നവരാണ്. എന്നാൽ പുതിയ നിയമം എന്ന് പറയുന്നത് ഇത് യൂട്യൂബിൽ കിടക്കുക എന്ന് പറഞ്ഞ പബ്ലിക്കിൽ പ്രസംഗിച്ചിട്ടിരിക്കുക, ആർക്കും കേൾക്കാം. ഇത് ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പുതിയ നിയമ സഭകൾ പോലും പലതും പഠിപ്പിക്കുന്നത് പരിശ്രമത്തിൽ നീതിമാനാകണമെന്ന്, നീതീകരിക്കപ്പെടണമെന്ന്. എന്നാൽ അല്ല, വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെടുന്നത്. അതുകൊണ്ട് പൗലോസ് പറഞ്ഞ്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട ശേഷം നമുക്ക് പിതാവിനോട് കുറച്ചും കൂടെ അടുത്ത ബന്ധമുണ്ട്. ഒന്ന് കൈയടിച്ചു കർത്താവിന് ഒരു സ്തോത്രം ചെയ്തേ. ഇരുന്നാട്ട്. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായോ? നീതി ദാനമാണ്. പിടികിട്ടിയോ? നിങ്ങൾ നന്നായത് ദൈവത്തിന്റെ ദാനമാണ്. അത് പിടികിട്ടിയോ? ഇനി ഒരു അബദ്ധത്തിൽ വന്നാലും നിങ്ങൾ പരിശ്രമിച്ച് നന്നാവേണ്ട, യേശു വിശ്വസിച്ചാൽ മതി. അത്രയും പിടികിട്ടിയോ? ഓ, എനിക്ക് ആശ്വാസമായി. ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചു കേൾക്കൂ. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളിൽ ആരും ഒരു ജഡവും ദൈവസന്നിധി നീതീകരിക്കപ്പെടത്തില്ല. റോമർ 3:20 എന്ന് പറഞ്ഞാൽ ആർക്കും തൻ്റെ പരിശ്രമത്താൽ നീതിമാനാകാൻ കഴിയത്തില്ല. എന്നിട്ട് അടുത്ത വാചകം പറയുക, ന്യായപ്രമാണത്താൽ അതിൻ്റെ പരിജ്ഞാനം എത്ര വരുന്നത്. ഇനി അടുത്ത വാചകം വായിക്കോ. ഇപ്പോഴോ ദൈവത്തിന് നീതി വിശ്വസിക്കുന്ന ഏവർക്കും ക്രിസ്തുവിലുള്ള വിശ്വാസത്താലുള്ള നീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ പരിശ്രമങ്ങൾ കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ആമേൻ. എന്നിട്ട് പൗലോസ് അതിന്റെ 24-ാമത്തെ വാചകത്തിൽ പറയുക, അവന്റെ കൃപയാൽ യേശു ക്രിസ്തുവിന്റെ വീടെടുപ്പ് മൂലം സൗജന്യമായിട്ടത്രേ നീതീകരിക്കപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ നീതിമാനായത് സൗജന്യമായിട്ടാണ്. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എങ്ങനെയാ നമ്മൾ നീതിമാനായത്? എൻ്റെ പരിശ്രമത്താലല്ല, എൻ്റെ കഴിവിനാലല്ല. ഞാൻ നീതിമാനായത് യേശുവിലുള്ള വിശ്വാസത്താലാണ്. ഇത് നിങ്ങളുടെ തലയിൽ ഇരിക്കേണ്ട വാചകം. അടുത്തിരിക്കുന്ന ആളെ കൈയെടുത്തിട്ട് പറ, ഞാൻ നല്ലത് ചെയ്ത് നീതിമാനായതല്ല, യേശുവിൽ വിശ്വസിച്ച് നീതിമാനായതാ. ഭയങ്കര കാര്യമോ? അടുത്തിരിക്കുന്ന ഒരാളോടും കൂടെ പറ, ഇത് തലേ കയറാൻ കുറച്ച് പ്രയാസം ഉണ്ടെന്ന് തോന്നാം. ഞാൻ നല്ലത് ചെയ്ത് നീതിമാനായതല്ല, വിശ്വസിച്ച് നീതിമാനായതാ. അതെന്തൊരു പരിപാടിയാണേ. നാട്ടിലെല്ലാവരും നല്ല ചെയ്ത് നീതിമാനാകുമ്പോ ഞാൻ വിശ്വസിച്ചിട്ട് നീതിമാനാവാണ്. അതാണ് യേശു ക്രിസ്തു കൊണ്ടുവന്ന സൗജന്യ നീതീകരണം. അടുത്തിരിക്കുന്നവരോട് ചോദിച്ചപ്പോ നീ ഒന്നും ചെയ്തായ നന്നായതാണോ? അപ്പൊ എന്താ പറഞ്ഞേ? മലകൾ കയറിയാൽ കിട്ടുകില്ല, ക്രിയകൾ നടത്തിയാൽ നേടുകില്ല. നന്മകൾ, നോമ്പുകൾ, നേർച്ചകൾ, കാഴ്ചകൾ ഇവയാലൊന്നും രക്ഷ സാധ്യമല്ല. നന്മകൾ, നോമ്പുകൾ, നേർച്ചകൾ, കാഴ്ചകൾ ഇവയാലൊന്നും രക്ഷ സാധ്യമല്ല. നീ നോമ്പെടുക്കുന്നോണ്ടോ, നന്മ ചെയ്തതുകൊണ്ടോ, നേർച്ച കഴിച്ചതുകൊണ്ടോ, മല കയറിയത് കൊണ്ടോ, മല ഇറങ്ങിയത് കൊണ്ടോ നീതിമാനാകണമെങ്കിൽ പരിശ്രമിക്കണ്ടേ? എന്നാൽ വേദപുസ്തകം പറയുന്നത് സൗജന്യമായിട്ട് അത്രേ നീ നീതിമാനായത്. കൈയടിച്ചൊരു ആമീൻ പറഞ്ഞേ. തല കയറുന്നുണ്ടോ? അടുത്തിരിക്കുക. അപ്പൊ ഒന്നും ചെയ്യണ്ടേ നന്നാവാൻ? പറ. വേദപുസ്തകം ഒരു പുതിയ മാർഗം കൊണ്ടുവന്നു. യേശുവിൽ വിശ്വസിച്ചാൽ മതി, നല്ലതാകും, നന്നാകും. എന്നൊന്ന് ശ്രദ്ധിക്കാവോ? 22 വയസ്സ് വരെ തല്ലിപ്പൊളിയായി ജീവിച്ച ഞാൻ ഒരിക്കൽ യേശുവിൽ വിശ്വസിച്ച നിമിഷം മുതൽ ഞാൻ ഒന്നും ചെയ്തില്ല. നല്ലതായി. കൈയടിച്ചൂടെ ആമേൻ പറഞ്ഞാട്ടെ. ഞാനൊരു വാചകം പറയട്ടെ. നന്നാവാൻ വേണ്ടി ബൈബിൾ വായിക്കുന്നതോ, നന്നാവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതോ, നന്നാവാൻ വേണ്ടി ഉപവസിക്കുന്നതോ ഒക്കെ നല്ലതാ. പക്ഷേ നീതിമാനാകാൻ വേണ്ടി ഇതൊന്നും സാധ്യമല്ല. നീതിമാനാകാൻ യേശു തരുന്ന നീതി കൊണ്ട് മാത്രമേ സാധ്യമാവൂ.
വിശ്വാസത്താലത്രേ രക്ഷ നീതി സാധ്യമാകുന്നത്. ആമേൻ. അതെന്തുകൊണ്ടാണ് ഞാൻ സൗജന്യമായിട്ട് നീതീകരിക്കപ്പെട്ടെ? ഞാൻ അനുഭവിക്കേണ്ട തെറ്റിന്റെ ശിക്ഷ മുഴുവൻ യേശു അനുഭവിച്ചു. ആ ശിക്ഷ യേശു അനുഭവിച്ചതുകൊണ്ട് എന്നെ കോടതി വെറുതെ വിട്ടു. എന്നെ കോടതി വെറുതെ വിട്ടു. കൈ അടിച്ചൂടെ? ഹല്ലേലൂയ പറ. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ, അയ്യോ അപ്പൊ നിന്നെ വെറുതെ വിട്ടതാണോ ചോദിച്ചോ? വെറുതെ വിട്ടതാണോ? വേറെ ആളോട് ചോദിക്കൂ, അപ്പൊ യേശു നിനക്ക് വേണ്ടി മരിച്ചതാണ് നിന്നെ വെറുതെ വിടാനുള്ള കാരണം പറ. അതെ, നിങ്ങളെ വെറുതെ വിട്ടു, അതിനു പകരം വേറൊരുവൻ ശിക്ഷ അനുഭവിച്ചു. നിങ്ങൾ വെറുതെ പോകുന്നതല്ല, ഒരുവൻ അതിനു വേണ്ടി വില മുടക്കിയത് കൊണ്ട് നിങ്ങൾ ഫ്രീ ആയതാണ്. നിങ്ങൾ ഫ്രീ ആയതാണ്. അപ്പൊ ഞാൻ നീതിമാനായതാ ഒന്നും ചെയ്തിട്ടല്ല. അടുത്തിരിക്കുന്നവരോട് പറ, ഒന്നും ചെയ്തിട്ടല്ല, യേശുവിൽ വിശ്വസിച്ചിട്ടാണ്. വേറെ ആളോട് പറ, എന്റെ പൊന്നേ നീ നന്നായത് അങ്ങനെ വന്നു. നിങ്ങളുടെ തലയിരിക്കാൻ അങ്ങനെയൊക്കെ പറയുന്ന കേട്ടോ. സത്യത്തില് ക്രിസ്തു യേശുവിൽ വന്നിട്ട് ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങിയതിന് ശേഷം പിന്മാറ്റത്തിൽ പോകാൻ തുടങ്ങുമ്പോഴാണ് ഈ രഹസ്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പം ഞാൻ ശ്രമിച്ചാൽ നന്നാകത്തില്ലെന്നും അവൻ്റെ കൃപയാണ് എന്നെ നന്നാക്കുന്നതെന്നും എനിക്ക് മനസ്സിലായതോടുകൂടെ എൻ്റെ പരിശ്രമം നിർത്തി ഞാൻ കൃപയിലേക്ക് ആശ്രയിച്ചു. ഇപ്പം നന്നാകാൻ നിങ്ങൾ ഏതിലാണ് ശ്രമിക്കുന്നത്? പരിശ്രമത്തിലാണ്. പക്ഷെ അദൃശ്യമായി ദൈവം നൽകുന്ന കൃപയിലോട്ടൊന്ന് ആശ്രയിച്ചു നോക്കിക്കേ, നിങ്ങൾ നന്നാകാൻ ശ്രമിക്കേണ്ടി വരത്തില്ല. കൃപ നിങ്ങളെ നന്നാക്കാനായി തുടങ്ങും. എന്നാ സ്വീറ്റ് അല്ലേ ഇത്? ഒരു ഹല്ലേലൂയ പറയാവോ? അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പരിശ്രമിക്കുകയല്ല ചെയ്യേണ്ടത്, കൃപയിൽ ആശ്രയിക്കുക ചെയ്യേണ്ടത്. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ, പരിശ്രമിക്കുകയല്ല ചെയ്യേണ്ടേ, കൃപയിൽ ആശ്രയിക്കുക. എന്നാലും ഒരു പ്രശ്നമുണ്ട്. ഈ മെസ്സേജ് ഈ ആഴ്ച നിർത്തിയിട്ട് അടുത്ത ആഴ്ച വേറെ സാധനം തുടങ്ങണം എന്ന് വിചാരിച്ചിരിക്കുവോ? എന്നാലൊരു പ്രശ്നമുണ്ട്. അടുത്തിരിക്കുന്നവരുടെ കൈ തട്ടിയിട്ട് പറയാം, എന്നാലൊരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം എന്നറിയോ? അടുത്തിരിക്കുന്ന എന്താ പ്രശ്നം എന്നറിയോ? നിങ്ങൾ എപ്പോഴാണോ പരിശ്രമിക്കാൻ തുടങ്ങുന്നത് അപ്പൊ കൃപ പോവും. എന്തുകൊണ്ടാ ബ്രദറെ ഞാൻ എന്ത് ചെയ്തിട്ട് നന്നാ പറയാം? നീ എപ്പോ മുതലാണോ പരിശ്രമിക്കാൻ തുടങ്ങുന്നത് അപ്പം മുതൽ കൃപ പോവും. പരിശ്രമം നിർത്തിയിട്ട് കൃപയിൽ ആശ്രയിച്ചാൽ നിന്നെ അവൻ നന്നാക്കും. പക്ഷേ പരിശ്രമിക്കാൻ തുടങ്ങിയാൽ നിന്റെ കൃപ. ബൈബിളിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കാവേ. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമ നുകത്തിൽ വീണ്ടും കുടുങ്ങി പോകരുത്. ഇതൊക്കെ വിശദീകരിക്കണമെന്ന് ചിന്തയുണ്ട്. നിങ്ങൾ പരിച്ഛേദനയേറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനമില്ല. പരിച്ഛേദനയേറ്റാൽ എന്ന് പറഞ്ഞാൽ പരിശ്രമിച്ചാൽ, പരിശ്രമത്താലുള്ള നീതീകരണത്തിലേക്ക് വന്നാൽ. പരിച്ഛേദന എന്ന് പറഞ്ഞാൽ സുന്നത്ത് കല്യാണം. ഇന്നത്തെ മുസ്ലിങ്ങൾ ആചരിക്കുന്ന സുന്നത്തിനെയാണ് പരിച്ഛേദന എന്ന് പറയുന്നത്. ആ പരിച്ഛേദന ഏൽക്കുന്നത് പഴയ നിയമത്തിലെ ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥയിൽ നീതീകരണത്തിൻ്റെയും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ആകുന്നതിനും വേണ്ടി വെച്ചതായിരുന്നു. എന്നാൽ വേദപുസ്തകം പറയുക, നിങ്ങൾ ആ രീതിയിലേക്ക് തിരിഞ്ഞാൽ ക്രിസ്തുവുമായിട്ട് നിങ്ങൾക്ക് യാതൊരു ബന്ധമില്ലെന്ന്. എന്ന് പറഞ്ഞാൽ പരിശ്രമത്താൽ നിങ്ങൾ നീതീകരണത്തിലേക്ക് വന്നാൽ നിങ്ങൾക്ക് ക്രിസ്തുവുമായി യാതൊരു ബന്ധമില്ല. ഭയങ്കരമാണ്. ആരെങ്കിലും പരിശ്രമിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ ക്രിസ്തുവുമായുള്ള ബന്ധത്തിലേക്ക് പോകുന്നു. അതെന്തുകൊണ്ട് അങ്ങനെ പൗലോസ് പറഞ്ഞത്? അടുത്ത വാചകം വായിക്കാം. പരിച്ഛേദന ഏൽക്കുന്ന ഏത് മനുഷ്യനോടും അത് ന്യായപ്രമാണം മുഴുവൻ അനുസരിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു. അടുത്ത വാചകം വായിച്ചിട്ട് വിശദീകരിക്കാം. ന്യായപ്രമാണത്താൽ പരിശ്രമത്താൽ ആരെങ്കിലും നീതീകരിക്കപ്പെടുവാൻ ആഗ്രഹിച്ചു പോയാൽ അയാൾ ക്രിസ്തുവിൽ നിന്ന് വേർപെട്ടു പോകും. നമ്മള് മേളിലേക്ക് റോക്കറ്റ് വിടാറുണ്ട് അല്ലേ? റോക്കറ്റിനെ കത്തിച്ചു വിടുന്നൊരു ഭാഗമുണ്ട്. ഒരു പ്രതലം ചെന്ന് കഴിയുമ്പോൾ ആ കത്തുന്ന സാധനവും റോക്കറ്റും അല്ലെങ്കിൽ അതിനെ പേടകം തമ്മിൽ വേർതിരിയപ്പെടും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞ വേർതിരിയപ്പെടും, രണ്ടായി മാറ്റപ്പെടും.
നിങ്ങൾ ക്രിസ്തുവിൽ നിന്ന് മാറ്റപ്പെടുന്നു. എപ്പോഴാ? വേദോസം പറയാം, എപ്പോഴാണോ നല്ലതാകാൻ നിങ്ങൾ പരിശ്രമിക്കുന്നത്, എപ്പോഴാണോ കൃപയിൽ ആശ്രയിക്കാതെ നിങ്ങൾ പരിശ്രമിക്കാൻ തുടങ്ങുന്നത്, ആ നിമിഷം മുതൽ എന്താകാൻ തുടങ്ങും? നിങ്ങൾ ക്രിസ്തുവിൽ നിന്ന് വേർപെടും. അടുത്ത വാചകവും കൂടെ ശ്രദ്ധിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോകും. എന്നാ? കൃപയിൽ നിന്ന് വീണുപോകും. ഇംഗ്ലീഷ് വേർഷൻ ഒന്ന് വായിക്കാം. ക്രൈസ്റ്റ് ഈസ് become of no effect എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് നിങ്ങളിൽ സ്വാധീനമില്ലാതായി പോകും. രണ്ടുപേര് വരാം. ഓടിയോ വീഴുമ്പോ ഇത് അവസാനിപ്പിക്കുമോ? ഇത് ന്യായപ്രമാണമാണ്, പഴയ നിയമമാണ്. ഇത് പുതിയ നിയമമാണ്. ഇത് പുതിയ നിയമത്തിലെ വിശ്വാസിയാണ്, ഇത് പഴയ നിയമത്തിലെ വിശ്വാസിയാണ്. ഇത് നമ്മുടെ സഭയാണ്, ഇത് വേദപുസ്തകത്തിൽ പഴയ നിയമ സത്യങ്ങൾ പഠിപ്പിക്കുന്ന വേറൊരു സഭയാണ്. ഇദ്ദേഹം യേശു ക്രിസ്തുവിലേക്ക് വന്നപ്പോ ഇദ്ദേഹം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. അന്ന് മുതൽ ക്രിസ്തു ഇദ്ദേഹത്തിൽ ഇഫക്റ്റഡ് ആണെന്ന്, എന്ന് പറഞ്ഞാൽ ക്രിസ്തുവാണ് ഇദ്ദേഹത്തെ സ്വാധീനിക്കുന്നതെന്ന്. എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ മോഹം ഉണ്ടായി. ആ മോഹത്തെ ഇദ്ദേഹത്തിൽ ശരീരത്തിൽ മനസ്സിൽ വന്ന് ഇദ്ദേഹം നശിച്ചു പോകാതെ ഇദ്ദേഹത്തെ സ്വാധീനിക്കുന്ന ഒരാളായി യേശു ഇദ്ദേഹത്തിന് മേൽ വ്യാപരിക്കുമെന്ന്. കാരണം ഇയാൾ യേശുവിൽ വിശ്വസിക്കുകയും കൃപയിൽ ആശ്രയിക്കുകയും ചെയ്യുകയാണ്. എന്നാൽ പുതിയ നിയമ വിശ്വാസിയാണെന്ന് വിചാരിക്കേ, ഇദ്ദേഹം നന്നാകാൻ പരിശ്രമിക്കുന്ന നിമിഷം മുതൽ ഇദ്ദേഹത്തിന്റെ കഴിവാണ് നന്നാകാനായി ഇദ്ദേഹത്തെ സഹായിക്കുന്നത്. അദ്ദേഹത്തെ സഹായിക്കുന്നത് അദ്ദേഹത്തിന്റെ കഴിവല്ല, അദൃശ്യമായ ദൈവത്തിൽ വ്യാപരിക്കുന്ന ക്രിസ്തുവിന്റെ ശക്തിയാണ്. കൈ അടിക്കാത്ത എന്താ ആമേൻ പറയാത്ത? നിങ്ങളിൽ അദൃശ്യമായി വ്യാപരിക്കുന്ന ക്രിസ്തുവിന്റെ ശക്തിയാണോ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടത്? യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം. നിങ്ങൾ എപ്പോഴെങ്കിലും പരിശ്രമിക്കാൻ തുടങ്ങിയാൽ ഈ കൃപയിൽ നിന്ന് വീണുപോകും. എനിക്ക് തോന്നുന്നു ഇന്ന് ഒരു ഭാഗം ക്രിസ്ത്യാനികൾ കൃപയിൽ നിന്ന് വീണവരാ. കാരണം അതിൽ 95% അല്ലെ 90% ക്രിസ്ത്യാനികളും തൻ്റെ പരിശ്രമിച്ചാൽ നന്നാകാൻ നോക്കുന്നവരാണ്. മാർട്ടിൻ ലൂതർ എന്ന് പറയുന്ന മനുഷ്യൻ നവോത്ഥാനം കൊണ്ടുവന്നപ്പോൾ അദ്ദേഹത്തിനെ പള്ളിയിൽ നിന്ന് പുറത്താക്കി. കാരണം വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെടുന്നതെന്ന് ബൈബിളിൽ എഴുതിയത് അദ്ദേഹം പ്രസംഗിക്കാൻ തുടങ്ങി. അവിടുന്നാണ് ഉണർവുകൾ ആരംഭിച്ചത്. 1500 ചില്ലറകളിലാണ് അത് ആരംഭിച്ചത്. ഇപ്പൊ 2000കളിലാണ് നമ്മൾ നിൽക്കുന്നത്. 500 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചതാ. അന്ന് ആരംഭിച്ച ആളുകളെ അവർ പുറത്താക്കി. പക്ഷേ അതിനെ ആർക്കും നിയന്ത്രിക്കാൻ പറ്റിയില്ല. അത് വളർന്നു ഇതുവരെയും എത്തി. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാൽ. നിങ്ങൾ എപ്പോൾ പരിശ്രമത്താൽ നീതിമാനാകാൻ ശ്രമിക്കുന്നുവോ നിങ്ങളിൽ കൃപ പ്രവർത്തിക്കത്തില്ല, യേശു പ്രവർത്തിക്കത്തില്ല. എന്നാൽ നിങ്ങളുടെ പരിശ്രമം നിർത്തി കർത്താവിന്റെ കൃപയിലേക്ക് ആശ്രയിച്ചാൽ ആ നിമിഷം മുതൽ നിങ്ങളിൽ യേശു പ്രവർത്തിക്കും, കൃപ പ്രവർത്തിക്കും.